ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു PKCS അൽഗോരിതമാണ് RSA അൽഗോരിതം. ശ്രദ്ധിക്കുക, നമ്മളിപ്പം തേർഡ് മോഡ്യൂളിൽ PKCS എന്ന് പറയുന്ന കൺസെപ്റ്റാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫിക് സിസ്റ്റം എന്ന് പറയുന്നതാണ് PKCS. ദാറ്റ് മീൻസ് അസിമെട്രിക് ക്രിപ്റ്റോഗ്രാഫിക് സിസ്റ്റം. രണ്ട് കീസ് യൂസ് ചെയ്ത്, നോട്ട് എ സിംഗിൾ കീ ഈസ് യൂസ്ഡ് ഇൻ ദ എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ സൈഡ്. ദാറ്റ് മീൻസ് വാട്ട് എവർ കീ ഈസ് യൂസ്ഡ് ഇൻ ദ എൻക്രിപ്ഷൻ സൈഡ് ദാറ്റ് വോണ്ട് ബി യൂസ്ഡ് ഫോർ ദ ഡീക്രിപ്ഷൻ പ്രോസസ്. ഓക്കെ, അപ്പം രണ്ട് കീ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നെങ്കിൽ ഏതെങ്കിലും ഒരു കീ ആയിരിക്കും എൻക്രിപ്ഷൻ പ്രോസസ്സിന് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് കീ വിൽ ബി യൂസ്ഡ് ഇൻ ദ ഡീക്രിപ്ഷൻ സൈഡ്. അതാണ് നമ്മുടെ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫിക് സിസ്റ്റം. അപ്പം അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു PKCS അൽഗോരിതമാണ് RSA അൽഗോരിതം. ആക്ച്വലി ഇറ്റ് വാസ് ഇൻവെൻറ്റഡ് ബൈ 3 സയൻറ്റിസ്റ്റ്. RSA എന്ന് പറയുന്നത് 3 സയൻറ്റിസ്റ്റുകൾ ചേർന്ന് ഇൻവെൻറ്റ് ചെയ്തതാണ്. റിവസ്റ്റ്, ഷാമർ ആൻഡ് അഡൽമാൻ ഇൻ ദ ഇയർ 1977. Okay, it was widely used public key cryptographic system. It was very much popular and it is working based on exponentiation of finite fields over integer modulo prime numbers. That means നമ്മളിപ്പോൾ ഇത്രയും നാളും പഠിച്ചില്ലേ, കുറേ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തില്ലേ മോഡുലോ അരിത്തമെറ്റിക്, അതുപോലെ എക്സ്പൊണൻഷിയേഷൻ, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് GCDF നമ്പേഴ്സ് കണ്ടുപിടിക്കാം, അതൊക്കെ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ RSA അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് യൂസ് ലാർജ് നമ്പേഴ്സ്. ഒരു കാര്യം ശ്രദ്ധിക്കാം, ഇവിടെ ലാർജ് നമ്പേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് പ്രൈം നമ്പേഴ്സ് ആയാൽ പോലും ലാർജ് നമ്പേഴ്സാണ്, ലാർജ് എക്സ്പൊണൻഷിയേഷൻ ഫാക്ടേഴ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ബട്ട് പ്ലീസ് നോട്ട് വൺ തിങ് ദാറ്റ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ RSA വർക്ക് ചെയ്യുന്നത് ലാർജ് നമ്പേഴ്സ് വെച്ചിട്ടാണെങ്കിൽ പോലും നമ്മൾ പ്രോബ്ലംസിൽ, ഓക്കെ, നമ്മൾ സ്റ്റുഡൻസിനെ ബേസ് ചെയ്ത് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പം വിൽ ബി യൂസിങ് മീഡിയം ടൈപ്പ് ഓഫ് നമ്പേഴ്സ്. ദാറ്റ് മീൻസ് അധികം വലിയ നമ്പേഴ്സോ അല്ലെങ്കിൽ തീരെ ചെറിയ നമ്പേഴ്സോ ആയിരിക്കത്തില്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒരു മീഡിയം നമ്പേഴ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് ശ്രദ്ധിച്ചോളുക. പക്ഷേ ഒരിക്കലും നമ്മൾ RSA അൽഗോരിതത്തിൽ ചെറിയ നമ്പേഴ്സ് വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റേഷൻ പ്രാക്ടിക്കലി നടക്കുന്നതെന്ന് പറയരുത്. വെരി ലാർജ് നമ്പേഴ്സ് ആൻഡ് ദെയർ എക്സ്പൊണൻഷിയേഷനും മോഡുലർ അരിത്തമെറ്റിക് കൺസെപ്റ്റുമാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നതെന്ന് പറയുക. ഓക്കെ, ആൻഡ് factoring large numbers. Okay, security is very much large because of this large numbers factoring. ഓക്കെ, അത് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ 3-4 സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ പിയുടെയും ക്യൂയുടെയും 2 പ്രൈം നമ്പേഴ്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടാവും. ആ പ്രൈം നമ്പേഴ്സിന് പുറമേ 1-2 ഡീറ്റെയിൽസ് അല്ലെങ്കിൽ 1-2 ഡേറ്റയും കൂടെ തന്നിട്ടുണ്ടാവും. ഓക്കെ, എന്തൊക്കെ ഡേറ്റാസ്, എന്തായാലും 2 നമ്പേഴ്സിൻ്റെ രണ്ട് ഡേറ്റകൾ തന്നിട്ടുണ്ടാവും. ഓക്കെ, പിയും ക്യൂവിൻ്റെയും വാല്യൂസ് എന്തായാലും തന്നിട്ടുണ്ടാവും. ഈ പിയും ക്യൂവും പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. പിന്നെ എന്തൊക്കെ തന്നിട്ടുണ്ടാകും എന്നുള്ളത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ദി ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം എന്തായാലും പിയും ക്യൂവും എന്ന് പറയുന്ന 2 റാൻഡം നമ്പേഴ്സ് തന്നിട്ടുണ്ടാവും. നമുക്ക് തീർച്ചയായിട്ടും n എന്ന് പറയുന്ന ഒരു വാല്യൂ കണ്ടുപിടിക്കണം. ആൻഡ് ക്യാൻ ബി കമ്പ്യൂട്ടഡ് ബൈ സിംപ്ലി മൾട്ടിപ്ലൈങ് ദ വാല്യൂസ് ഓഫ് പി ആൻഡ് ക്യൂ. പിയുടെയും ക്യൂയുടെയും വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് n കിട്ടും. ഓക്കെ, ദെൻ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് phi of n. യു നോ വാട്ട് ഈസ് ആക്ച്വലി phi of n, നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ phi of n ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം. പക്ഷേ ഇഫ് യു വോണ്ട് ടു ഫൈൻഡ് phi of n such a way that n is actually പ്രൈം നമ്പർ, അതായത് നിങ്ങൾക്ക് പിയുടെയും ക്യൂവിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ്, കാരണം n is equal to p into q അല്ലേ. അപ്പോൾ phi of n എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, പിയുടെയും ക്യൂവിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള phi of n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് p-1 into q-1 ചെയ്താൽ മതി. അല്ലാതെ സാധാരണഗതിയിൽ ചെയ്തു വരുന്ന സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ട. ഇങ്ങനെ ഒരു പ്രൊസീജിയർ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. സിൻസ് ഒൺലി റീസൺ ഇസ് ദാറ്റ് p and q are പ്രൈം നമ്പേഴ്സ്, അതുകൊണ്ട് phi of their പ്രൈം നമ്പേഴ്സ്, ഓക്കെ, phi of that നമ്പേഴ്സ് നമുക്ക് p-1 into q-1 ചെയ്താൽ മതിയാവും. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് we have to find the encryption key. ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പിയുടെയും ക്യൂയുടെയും വാല്യൂസ് ഓൾറെഡി ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ് ദിൽ ബി പ്രൊവൈഡിങ്. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ഇൻ സർട്ടൺ സിറ്റുവേഷൻ ഈയുടെ വാല്യൂ തന്നിട്ടുണ്ടാവും, ചില അതർ സിറ്റുവേഷൻസിൽ ഈയുടെ വാല്യൂ ഉണ്ടാവില്ല. എനി ഹൗ വി ഹാവ് ടു നോ or we have to be aware on how to compute the value of e. Okay, always the value of e must be greater than 1 and less than phi of n. ആ രീതിയിൽ വേണം ഈയുടെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ. ആൻഡ് ഓൾസോ വി ക്യാൻ കമ്പ്യൂട്ട് ദ വാല്യൂ ഓഫ് e with the help of this particular concept, that is GCD of e, phi of n is equal to 1. From this we have to find out the value of e. ഓക്കെ, അപ്പോൾ ചില സിറ്റുവേഷൻസിൽ, ചില ആപ്ലിക്കേഷൻസിൽ ഈയുടെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ടാകും. ശ്രദ്ധിക്കുക, ഇ എന്ന് പറയുന്നത് എൻക്രിപ്ഷൻ കീ ആണ്, എൻക്രിപ്റ്റ് ചെയ്യാൻ ആവശ്യമായ കീ ആണ്. ഓക്കെ, അപ്പം ഈ എൻക്രിപ്ഷൻ കീയുടെ വാല്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി പ്രൊവൈഡഡ് ഇൻ ദി ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ്. ഇനി അടുത്ത് നമുക്ക് ഡീക്രിപ്ഷൻ കീ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഓൾസോ ക്യാൻ ബി ഫൗണ്ട് ഔട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് പെർട്ടിക്കുലർ സ്റ്റെപ്പ്. ദാറ്റ് ഇസ് e into d is equal to 1 mod phi of n, where the value of d lies between 0 and n. ശ്രദ്ധിക്കുക, the value of e lies between 1 and phi of n. On the other hand, the value of d lies between 0 and n. And you can find the value of decryption key, that is d,
by this particular step, that is E into D, that is the encryption key into decryption key is equal to 1 mod 5FN. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്സ് എല്ലാം നമ്മൾ മെമ്മറൈസ് ചെയ്താലേ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ RSA റിലേറ്റ് ചെയ്ത് എന്ത് പ്രോബ്ലം, തീർച്ചയായിട്ടും RSAയുടെ പ്രോബ്ലംസ് ഉണ്ടാവും. RSAയുടെ പ്രോബ്ലം വന്നാലും നമുക്കത് വർക്കൗട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ദെൻ വാട്ട് ഓൾ ഇൻഫർമേഷൻ ഓർ വാട്ട് ഓൾ ഡേറ്റ വിൽ ബി പ്രൊവൈഡഡ് ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ്, ദാറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ അവർ. പക്ഷേ എങ്ങനെ വന്നാലും വി മസ്റ്റ് ബി ഏബിൾ ടു ആൻസർ. ദാറ്റ് ഇസ് വാട്ട് ഇസ് ആക്ച്വലി എക്സ്പ്ലെയിൻ ഹിയർ. ഓക്കെ, ഇനി പബ്ലിക് കീ നമുക്ക് സാധാരണഗതിയിൽ അറിയാം. ഇവിടുത്തെ കൺസെപ്റ്റ് വെച്ചിട്ട് വി ആർ ഗോയിങ് ഫോർ എൻക്രിപ്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പബ്ലിക് കീ ആൻഡ് വി ആർ ഗോയിങ് ഫോർ ഡീക്രിപ്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രൈവറ്റ് കീ. എന്തായാലും RSA എന്ന് പറയുന്ന ഒരു പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫിക് സിസ്റ്റമാണ്. സോ ബേസ്ഡ് ഓൺ PKCS we will be using either public or private key for encryption, okay, and the other key will be used for decryption. So in this particular context of RSA, we are using public key for encryption and private key for decryption. അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പബ്ലിക് കീ നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് E, N എന്ന് എഴുതാം. പ്രൈവറ്റ് കീ സെറ്റ് ഓഫ് D, N എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചേക്കുക. ദെൻ ഹൗ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദിസ്? തീർച്ചയായിട്ടും നമുക്ക് RSA എന്ന് പറയുന്നത് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫിക് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി ഇൻവോൾവിങ് 2 ഓപ്പറേഷൻസ് ഓഫ് എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എൻക്രിപ്ഷൻ സൈഡിൽ സിഫർ ടെക്സ്റ്റിനെ കണ്ടുപിടിക്കണം, ഡീക്രിപ്ഷൻ സൈഡിൽ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിനെയും കണ്ടുപിടിക്കണം. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ സിഫർ ടെക്സ്റ്റ് മെസ്സേജ് വി ക്യാൻ കമ്പ്യൂട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് പർട്ടിക്കുലർ സ്റ്റെപ്പ്, ദാറ്റ് ഇസ് M⁻E mod N. M എന്ന് പറയുന്ന പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കും. ഇറ്റ് വിൽ ബി ഓൾറെഡി പ്രൊവൈഡഡ് ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ്. M⁻E എന്ന് വെച്ചാൽ M എന്ന് പറഞ്ഞ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ്, E എന്ന് പറഞ്ഞാൽ സ്മോൾ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എൻക്രിപ്ഷൻ കീ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ല ഒരു സ്റ്റെപ്പ് വെച്ചിട്ട്, അത് മോഡ് N എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ P into Q. ഓക്കെ, M⁻E mod N where M lies between 0 and N. ഓക്കെ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു M ലെസ് ദാൻ N ആയിരിക്കണം എമ്മിൻ്റെ വാല്യൂ. എന്തായാലും എമ്മിൻ്റെ വാല്യൂ ഒന്നുകിൽ എമ്മിൻ്റെ വാല്യൂ സിയുടെ വാല്യൂ, എന്തായാലും ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് വിൽ ബി ആസ്ക്ഡ് ടു ഫൈൻഡ് ദ അതർ വൺ. ദാറ്റ് മീൻസ് ഒന്നെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് തന്നിട്ട് സിഫർ ടെക്സ്റ്റ് മെസ്സേജ് കണ്ടുപിടിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ സിഫർ ടെക്സ്റ്റ് മെസ്സേജ് ക്വസ്റ്റ്യനിൽ തന്നിട്ട് പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. എനി ഹൗ യു ഹാവ് ടു ബി അവെയർ ഓൺ വാട്ട് ഓൾ ആർ ദ വേരിയസ് സ്റ്റെപ്സ് ദാറ്റ് ഹാസ് ടു ബി ഫോളോഡ് ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഓൾ തിങ്സ് ദേ ആർ ആസ്ക്ഡ് us to solve. ഓക്കെ, അതുപോലെ നേരെ തിരിച്ച് നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് റിക്കവർ ചെയ്യണമെങ്കിലോ ഡീക്രിപ്ഷൻ ചെയ്യണമെങ്കിലോ M is equal to C⁻D mod N. അപ്പോൾ സിഫർ ടെക്സ്റ്റ് മെസ്സേജ് കിട്ടണമെങ്കിൽ ദാറ്റ് മീൻസ് ഇൻ ഓർഡർ ടു പെർഫോം എൻക്രിപ്ഷൻ M⁻E mod N ചെയ്യുക. നേരെ തിരിച്ച് സിഫർ ടെക്സ്റ്റ് മെസ്സേജിൽ നിന്ന് പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് ഡീക്രിപ്ഷൻ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ C⁻D mod N ചെയ്താൽ മതി. ഓക്കെ, അപ്പം ദാറ്റ് ഇസ് ദ ഓവറോൾ വർക്കിംഗ്. അപ്പം നൗ നമുക്ക് ഓയിലേഴ്സ് തിയറം ഒക്കെ ശരിക്കും ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് A⁵FN mod N is equal to 1 എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ ഓയിലേഴ്സ് തിയറം വെച്ച് പഠിച്ചത്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. എനിഹൗ വി ക്യാൻ ഡയറക്ട്ലി ഗോ ഫോർ ദ സോൾവിങ് ഓഫ് എ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, ദെൻ ഇറ്റ് വിൽ ബി മോർ ഈസി ഫോർ യു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അവരൊരു എക്സാമ്പിൾ പോലെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്, ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ പോലെ അല്ല പറഞ്ഞിരിക്കുന്നത്. ഇൻ ടേംസ് ഓഫ് സിമ്പിൾ എക്സാമ്പിൾ ദേ ഹാവ് കൺവേഡ് ദിസ് പെർട്ടിക്കുലർ പ്രോബ്ലം. ഓക്കെ, 2 പ്രൈം നമ്പേഴ്സ് തന്നിട്ടുണ്ട്. P is equal to 17 Q is equal to 11. ഓക്കെ, ഇനി M എന്ന് പറയുന്ന മെസ്സേജിൻ്റെ വാല്യൂം തന്നിട്ടുണ്ട്. ഓക്കെ, M എന്ന് പറയുന്ന മെസ്സേജിൻ്റെ വാല്യൂം ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. എമ്മിൻ്റെ വാല്യൂ 88 ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക, എമ്മിൻ്റെ വാല്യൂം ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 88 ആണ്. ഓക്കെ, ദോ ഇറ്റ് ഇസ് നോട്ട് സ്പെസിഫൈഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ സ്റ്റെപ്പ് ഇറ്റ് സെൽഫ്, യു ഹാവ് ടു ബി അവെയർ ദാറ്റ് M is equal to 88. നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിൻ്റെ വാല്യൂ 88 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ Pയുടെ വാല്യൂം Qൻ്റെ വാല്യൂം 17 11 തന്നിട്ടുണ്ട്, പ്രൈം നമ്പേഴ്സിൻ്റെ വാല്യൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ Nൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. N is equal to P into Q ആണ്. 17 × 11 ചെയ്താൽ നമുക്ക് 187 കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ 5FN കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കറിയാം P17 Q11, these two are prime numbers. So if you want to find the prime numbers 5FN, that is if you want to find the 5FN of 2 prime numbers, then it is possible by simply performing P-1 into Q-1. അപ്പം 17 - 1 എന്ന് വെച്ചാൽ 16 ആണ്, 11 - 1 10 ആണ്, 16 × 10 is equal to 160, that is equal to 5FN. ഓക്കെ, ഇനി നമുക്ക് ഈയുടെ വാല്യൂ തന്നിട്ടില്ല. അപ്പം നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ എന്തുവാ? എൻക്രിപ്ഷൻ കീ ഈ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ എന്തുവാ? GCD of E, 160 is equal to 1. ശ്രദ്ധിക്കുക, എപ്പോഴും ഈ നമ്മൾ പ്രൈം നമ്പേഴ്സ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ ഈയുടെ വാല്യൂ 7 എന്ന് എടുത്തിട്ടുണ്ട്. ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ നെസസറി ദാറ്റ് യു ഹാവ് ടു ചൂസ് 7 ഇറ്റ് സെൽഫ്. നമ്മൾ പല നമ്പേഴ്സ് ഇട്ട് നോക്കുമ്പോൾ ഏത് നമ്പർ ഓക്കെ GCD ഓഫ് ഒരു പർട്ടിക്കുലർ നമ്പർ 160 ചെയ്യുമ്പോൾ 1 എങ്ങനെ കിട്ടും? നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് GCD ഓഫ് 2 നമ്പേഴ്സ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത്. നമ്മൾ മോഡുലർ അരിത്മെറ്റിക് കൺസെപ്റ്റ് വെച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് GCD ഓഫ് A, B is equal to GCD ഓഫ് B, A mod B, അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പം GCD ഓഫ് ഇപ്പം
ടു എടുക്കുന്നു, 2,160 ചെയ്ത് നോക്കുന്നു, 1 കിട്ടുന്നുണ്ടോ നോക്കുക. GCD of 2,160 എങ്ങനെ നിങ്ങൾ ചെയ്യും? GCD of A, B is equal to GCD of B, A mod B. അപ്പോൾ GCD of 2,160 എങ്ങനെ ചെയ്യും? GCD of 160, 2 mod 160 അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ 1 കിട്ടുന്നെങ്കിൽ you can select 1. But in this particular example they have chosen E is equal to 7. ഓക്കെ, പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ ഞാൻ പറയുവാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരിക്കലും യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ ഈയുടെ വാല്യൂ നമ്മൾ തന്നെ കണ്ടുപിടിക്കാനുള്ള ചാൻസ് ചോദിക്കുന്നത് വളരെ കുറവായിരിക്കും. ബിക്കോസ് ദ തിങ് ഇസ് ദാറ്റ് നിങ്ങൾ ഈ പറയുന്ന ഈയുടെ വാല്യൂ കറക്റ്റായിട്ട് സെലക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈയുടെ വാല്യൂ ഇപ്പോൾ ഇവർ 7 ആയിട്ട് എടുത്തിരിക്കുന്നു. ഈയുടെ വാല്യൂ ഇവർ കറക്റ്റായിട്ട് 7 ആയിട്ട് എടുത്തിട്ട് അതിൽ നിന്നും എൻക്രിപ്ഷൻ പ്രോസസ്സ് ചെയ്ത് കറസ്പോണ്ടിങ് സിഫർ ടെക്സ്റ്റ് മെസ്സേജ് ജനറേറ്റ് ചെയ്തത് കൊണ്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? ഈയുടെ വാല്യൂ ഇവർ 7 എടുത്തു. ആ 7 എടുത്തിട്ട് കണ്ടോ 88 mod 187 ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് സിഫർ ടെക്സ്റ്റ് മെസ്സേജ് 11 കിട്ടി. ഈ 11ൽ നിന്നും തിരിച്ച് ഡീക്രിപ്ഷൻ കീ ഒക്കെ കണ്ടുപിടിച്ചിട്ട് നോക്കുമ്പോൾ തിരിച്ച് നമുക്ക് ആ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് 88 കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് കറക്റ്റായിട്ടുള്ള എൻക്രിപ്ഷൻ കീ കണ്ടുപിടിച്ച് അത് അപ്ലൈ ചെയ്ത് നമ്മൾ എൻക്രിപ്ഷൻ പ്രോസസ്സ് ചെയ്ത് സിഫർ ടെക്സ്റ്റ് മെസ്സേജ് കണ്ടുപിടിച്ചാൽ മാത്രമേ നേരെ തിരിച്ച് ഡീക്രിപ്ഷൻ പ്രോസസ്സിൽ ആ സിഫർ ടെക്സ്റ്റ് മെസ്സേജിൽ നിന്നും നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് ആണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞു നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് 88 ആണ്. കണ്ടോ, ഞാൻ 7 എന്ന് പറയുന്ന എൻക്രിപ്ഷൻ കീ അപ്ലൈ ചെയ്തതുകൊണ്ടാണ് എനിക്ക് 11 എന്ന് പറയുന്ന സിഫർ ടെക്സ്റ്റ് മെസ്സേജ് കിട്ടിയത്. ആ 11 റൈസ് ടു തിരിച്ച് നമുക്ക് ഡീക്രിപ്ഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോർമുല എന്താണ്? 6 mod തന്നെ. ഇപ്പോൾ 6 11 റൈസ് ടു 23 mod 187 ചെയ്തപ്പോൾ 88 തന്നെ കിട്ടി. പക്ഷേ ഇതേ സമയം എൻക്രിപ്ഷൻ കീ 7 അല്ലാതെ വേറെ ഏത് നമ്പർ യൂസ് ചെയ്ത് നിങ്ങൾ സിഫർ ടെക്സ്റ്റ് മെസ്സേജ് കണ്ടുപിടിച്ചിട്ട് വീണ്ടും നിങ്ങൾ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നു, അത് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എൻക്രിപ്ഷൻ കീയുടെ വാല്യൂ പൊതുവേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തരാറുണ്ട്. നമുക്കിങ്ങനെ കൺഫ്യൂഷൻസ് ഒഴിവാക്കാനായിട്ട് കറക്റ്റ് എൻക്രിപ്ഷൻ കീ കണ്ടുപിടിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിൽ നിന്നും സിഫർ ടെക്സ്റ്റ് മെസ്സേജ് ജനറേറ്റ് ചെയ്തതോടൊപ്പം ആ കിട്ടിയ സിഫർ ടെക്സ്റ്റ് മെസ്സേജിൽ നിന്നും തിരിച്ച് നമുക്ക് തന്നിരിക്കുന്ന പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാനും പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറെ വാല്യൂസ് ആയിപ്പോവും. ഓക്കെ, അപ്പം യൂഷ്വലി നമുക്ക് അറിഞ്ഞിരിക്കുക GCD of E, 160 is equal to 1 ആണ്. അതുപോലെ തന്നെ ഈയുടെ വാല്യൂ 7 ആണ് കൊടുത്തിരിക്കുന്നത്. 7,160 ചെയ്യുമ്പോൾ 1 തന്നെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ദ തിങ് ഇസ് ദാറ്റ് വേറൊരു നമ്പറും 160 equal to 1 നമുക്ക് കിട്ടുന്നതാണ്. GCD of ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, GCD of 3,160 ചെയ്താലും ചിലപ്പോൾ 1 കിട്ടിയേനെ. GCD of 5,160 ചെയ്താലും 1 കിട്ടിയേനെ. പക്ഷേ 3ഉം 5ഉം ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രോസസ്സ് എല്ലാം ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന സിഫർ ടെക്സ്റ്റ് മെസ്സേജ് വേറൊരു നമ്പർ ആയേനെ. ആ നമ്പറിൽ നിന്ന് നമ്മൾ തിരിച്ച് നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് ആയ 88 ചിലപ്പോൾ കിട്ടണം എന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇൻ ഓർഡർ ടു അവോയ്ഡ് കൺഫ്യൂഷൻ സാധാരണഗതിയിൽ 99% ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഈ ഉണ്ടാവും. ഓക്കെ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി നമുക്ക് ഈയുടെ വാല്യൂ കിട്ടി, നമുക്ക് ഡിയുടെ വാല്യൂ വേണം. ബിക്കോസ് യു ഹാവ് ടു ഡു ദ ഡീക്രിപ്ഷൻ പ്രോസസ് ഓൾസോ. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ D × E is equal to 1 mod 160. ഓക്കെ, D × E is equal to 1 mod 160. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, D × E അതായത് E ഓൾറെഡി നമുക്ക് 7 കിട്ടി. 7 × D ചെയ്തിട്ട് ഈക്വൽ ടു 1 mod 160. അപ്പം 7 × E is equal to 1 mod 160 എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ് 7 × എന്തൊക്കെയോ ചെയ്യുമ്പോൾ നമുക്ക് 1 mod 160 ചെയ്യും അല്ലേ. അതായത് ഇതാ നോക്കിയേ, നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഡിയുടെ വാല്യൂ സിംപ്ലി 1/1 അസ്യൂം ചെയ്യുക. അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അതായത് എന്തായാലും ഡിയുടെ വാല്യൂ 160യേക്കാൾ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പോയിട്ടാ നമുക്ക് തന്നിരിക്കുന്ന ഫോർമുലാസ് ഒന്നും കൂടി ഒന്ന് നോക്കിയേ. ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തുവാന്ന് പറഞ്ഞു? E × D is equal to 1 mod 5n അല്ലേ. E × D is equal to 1 mod 5n. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈയുടെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം എന്താണ്? 7 × സംതിങ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 7 ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. 7 × സംതിങ് ചെയ്താൽ നമുക്ക് 161 കിട്ടും. ഓക്കെ, എന്നിട്ട് mod 160 ചെയ്താൽ നമുക്ക് റിമൈൻഡർ കിട്ടും. ഒന്നുകൂടെ ഞാനൊന്ന് പറഞ്ഞു തരാം. D × E is equal to 1 mod 160 എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ഓക്കെ, D × E ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് റിസൾട്ട് കിട്ടുന്നോ, D × E ചെയ്താൽ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടും. അത് ഡിവൈഡഡ് ബൈ 160 ചെയ്താൽ നിങ്ങൾക്ക് റിമൈൻഡർ 1 വരണം.
മനസ്സിലായോ? ഡി ഇൻറ്റു ഇ ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് വൺ ഡെഫിനിറ്റ് നമ്പർ. ആ നമ്പർ ഡിവൈഡഡ് ബൈ 160 ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് റിമൈൻഡർ 1. ആ രീതിയിലുള്ള നമ്പർ വേണം ഡി ഇൻറ്റു ഇയുടെ സ്ഥാനത്ത് നിങ്ങൾ പ്രോഡക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ. ഓൾഡോ യു നോ ദ വാല്യൂ ഓഫ് ഇ ഈസ് 7. 7ൻ്റെ വാല്യൂ ഇ ആണെന്ന് അറിയാം. അപ്പോൾ 7 ഇൻറ്റു സംതിങ് ചെയ്താൽ okay, you must be able to get a product in such a way that that product divided by 160 will be giving a remainder 1. ശരിയല്ലേ? അപ്പോൾ നോക്കുമ്പോൾ എന്താ, നമ്മളിപ്പം 7 ഇൻറ്റു 1, 7 ഇൻറ്റു 2, 7 ഇൻറ്റു 3 അതൊന്നും ചെയ്ത് നോക്കണ്ട. കാരണം ഇപ്പോൾ 7 ഇൻറ്റു 10 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 70 കിട്ടും. 70 മോഡ് 160 എന്തുവാ? 70 മോഡ് 160 70 തന്നെയാണ്. അതായത് 159 മോഡ് 160 ചെയ്താലും 159 തന്നെയാണ് ആൻസർ. എ മോഡ് ബി ചെയ്യുമ്പോൾ എയുടെ വാല്യൂ ബിയുടെ വാല്യൂക്കൾ കുറവാണെങ്കിൽ എ മോഡ് ബി ഈക്വൽ ടു എ തന്നെയാണ്. അപ്പോൾ അതുപോലെ 159 മോഡ് 160 ചെയ്താൽ 159 തന്നെയാണ് ആൻസർ. അപ്പോൾ 161 മോഡ് അല്ലേ, 160 മോഡ് 160 നമുക്ക് 0 കിട്ടും. അതേസമയം 161 മോഡ് 160 ആണെങ്കിലോ 161 ഡിവൈഡഡ് ബൈ 160 ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും റിമൈൻഡർ 1 വരുന്നുണ്ട്. ഇപ്പം 161 വരണമെങ്കിൽ 7ൻ്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 161 വരും? അപ്പം നോക്കുമ്പോൾ 23 കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ നോക്കല്ലാതെ 7 ഇൻറ്റു 1, 7 ഇൻറ്റു 2, 7 ഇൻറ്റു 3 അങ്ങനെ നോക്കണ്ട. 7 ഇൻറ്റു 10 ചെയ്യുക, പറ്റത്തില്ല. 7 ഇൻറ്റു 10 70 ആണ്. 70 മോഡ് 160 എന്ന് പറഞ്ഞാൽ 70 തന്നെയാണ്. അത് നോക്കിയിട്ട് കാര്യമില്ല. 20 ഇൻറ്റു 7 ചെയ്യുക, 140 മോഡ് 160 ഈസ് ഡെഫിനറ്റ്ലി 140. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. ദാറ്റ് മീൻസ് 160യേക്കാൾ എക്സീഡ് ചെയ്യുന്ന രീതിയിൽ നോക്കിയാൽ മാത്രമേ യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് റിമൈൻഡർ 1 അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് കിട്ടുന്ന നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഡെഫിനറ്റ്ലി വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ ഓഫ് ഡി ഈസ് ഈക്വൽ ടു 23. അപ്പോൾ പബ്ലിക് കീ എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു. പബ്ലിക് കീ വെച്ചിട്ടാണ് എൻക്രിപ്ഷൻ ചെയ്യുന്നത്. 7, n എഴുതി അല്ലേ? n അല്ലേ നമുക്ക് ഡെഫിനറ്റ്ലി n ഇസ് ഈക്വൽ ടു 187. അപ്പം ഈ n ആണ്. അപ്പം 7,187 പ്രൈവറ്റ് കീ വെച്ചാണ് ഡീക്രിപ്ഷൻ ചെയ്യുന്നത്. 23 ആണ് നമ്മുടെ ഡീക്രിപ്ഷൻ ചെയ്ത് കിട്ടിയ ഡീക്രിപ്ഷൻ കീ. 23,187 d,n. ഇനി നമുക്ക് RSAയിൽ എൻക്രിപ്ഷൻ ചെയ്യണമെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റ് ഇസ് ഈക്വൽ ടു 88 ആണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം സിഫർ ടെക്സ്റ്റ് ഇസ് ഈക്വൽ ടു പ്ലെയിൻ ടെക്സ്റ്റ് റൈസ് ടു ഈ മോഡ് n ആണ്. 88 റൈസ് ടു 7 മോഡ് 187 ഇറ്റ് ഇസ് ഈക്വൽ ടു 11. ഈ 88 റൈസ് ടു 7 മോഡ് 187 നിങ്ങൾക്ക് ചെയ്യാനുള്ള മെത്തേഡ് ഓൾറെഡി ഞാൻ നേരത്തെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യുക. 88 റൈസ് ടു 7 മോഡ് 187 കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നാൽ അത് തെറ്റി. ബിക്കോസ് യു വിൽ ബി ഗെറ്റിംഗ് എ റിസൾട്ട് ഇൻ ടേംസ് ഓഫ് എക്സ്പൊണൻഷ്യൽ നമ്പേഴ്സ്. സോ യു വോണ്ട് ബി ഏബിൾ ടു കറക്റ്റ്ലി ഐഡൻറ്റിഫൈ വാട്ട് ഇസ് യുവർ ആക്ച്വൽ റിസൾട്ട്. അതിനൊക്കെ ബെറ്റർ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 88 റൈസ് ടു 7 മോഡ് 187 സ്പ്ലിറ്റ് ചെയ്യുക. അതായത് ഒന്നുകിൽ 8421 പവറിൽ വേണം സ്പ്ലിറ്റ് ചെയ്യാൻ. ഇവിടെ നമുക്ക് 8ൻ്റെ പവറിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് വി ആർ ഹാവിങ് എ വാല്യൂ ഓഫ് ദ പവർ ലെസ് ദാൻ 8. 88 റൈസ് ടു 7 അല്ലേ? അപ്പം 8ൻ്റെ ആവശ്യം വരുന്നില്ല. 4 നോക്കാം. അപ്പം 88 റൈസ് ടു 4 ശ്രദ്ധിച്ചോണം. 88 റൈസ് ടു 7 മോഡ് 187 നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 88 റൈസ് ടു 4 മോഡ് 187 ഓക്കെ ഇൻറ്റു 88 റൈസ് ടു 3 മോഡ് 187. അപ്പോൾ 4 + 3 എത്രയായി? 6 ആയി. ഇൻറ്റു 88 റൈസ് ടു 1 മോഡ് 187. മനസ്സിലാവുന്നുണ്ടോ? നമുക്കറിയാം എ റൈസ് ടു എക്സ് ഇൻറ്റു എ റേസ് ടു എക്സ് ഇൻറ്റു എ റേസ് ടു വൈ. എങ്ങനെ എഴുതാം? എ റേസ് ടു എക്സ് പ്ലസ് വൈ എന്ന് എഴുതിക്കൂടെ? എ റേസ് ടു എക്സ് ഇൻറ്റു എ റേസ് ടു വൈ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എക്സ് പ്ലസ് വൈ ആണ്. അതേപോലെ ഇവിടെ ഞാൻ എങ്ങനെ എഴുതുന്നു? 88 റേസ് ടു 4 മോഡ് 187 ഇൻറ്റു 88 റേസ് ടു 3 മോഡ് 187. അപ്പോൾ തന്നെ 88 റേസ് ടു 6 മോഡ് 187 ആൻസറായി. ഇൻറ്റു 88 റേസ് ടു 1 മോഡ് 187. ദാറ്റ് മീൻസ് 88 റേസ് ടു 3 + 4 + 1 7 ആയി. ഓക്കെ ഇനി 88 റേസ് ടു 1 മോഡ് 187 ഇസ് ഡെഫിനറ്റ്ലി 88 ഇറ്റ് സെൽഫ്. ഇനി 88 റേസ് ടു 3 മോഡ് 187 എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ ഈ പറയുന്ന സംഭവം തന്നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുക. അതായത് 88 റേസ് ടു 1 മോഡ് 187 88 ആണെന്ന് നമുക്കറിയാം. അതിന് 3 തവണ എഴുതിയാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 88 റേസ് ടു 3 മോഡ് 187. പക്ഷേ ശ്രദ്ധിക്കുക, ഔട്ടർ ബ്രാക്കറ്റിൽ മോഡ് 187 എഴുതാൻ വിട്ടുപോകരുത്. അപ്പോൾ എനി ഹൗ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ 11 കിട്ടും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് സിഫർ ടെക്സ്റ്റ് മെസ്സേജാണ് 11 കിട്ടിയത്. നേരെ തിരിച്ച് നമുക്ക് ഡീക്രിപ്ഷനും ചെയ്ത് കണ്ടുപിടിക്കണം. വി ഹാവ് ടു റിക്കവർ ദ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് എം ഇറ്റ് സെൽഫ്. എം ഇസ് ഈക്വൽ ടു 6 റേസ് ടു d മോഡ് n ചെയ്യുക. സി എന്ന് പറഞ്ഞാൽ 11 കിട്ടി. 11 റേസ് ടു d എന്ന് പറഞ്ഞാൽ 23 മോഡ് 187. കണ്ടോ? കറക്റ്റ്ലി നമുക്ക് 88 കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഡോണ്ട് തിങ്ക് ദാറ്റ് in the question of the university examination question paper they won't be providing information regarding E. നമുക്ക് എന്തായാലും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും, ക്വസ്റ്റ്യനിലുണ്ടാവും. അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഈയുടെ വാല്യൂ റാൻഡമായിട്ട് നമ്മളിപ്പം 3 or 5 ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റിയേനെ. അതായത് GCD of 3,160 = 1 വന്നേനെ.
വരുമായിരിക്കാം. പക്ഷേ നമുക്ക് 3 സെലക്ട് ചെയ്താൽ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള കറക്റ്റ് ആൻസേഴ്സിലോട്ട് എത്തിച്ചേരാൻ പറ്റിയെന്ന് വരില്ല. 7 തന്നെ ചൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ കറക്റ്റായിട്ട് തന്നെ സിഫർ ടെക്സ്റ്റ് മെസ്സേജ് കിട്ടിയതും അതിൽ നിന്ന് തിരിച്ച് നമുക്ക് കറക്റ്റ്ലി പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് റിക്കവർ ചെയ്യാൻ പറ്റിയതും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിപ്പം എക്സാമ്പിളായിട്ട് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ നോട്ടിൽ തന്നിരിക്കുന്ന മറ്റ് എക്സാമ്പിൾസും ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റി എന്ന് പറയുന്നത് പോസിബിൾ അപ്രോച്ചസ് ഓഫ് അറ്റാക്കിങ് RSA എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ RSA അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഉണ്ട്, മാത്തമാറ്റിക്കൽ അറ്റാക്ക്, ടൈമിംഗ് അറ്റാക്ക്, അതുപോലെ ചൂസ് ആൻഡ് സിഫർ ടെക്സ്റ്റ് അറ്റാക്സ് ഒക്കെ ഉണ്ട്. അതായത് കംപ്ലീറ്റ്ലി ആക്യുറേറ്റ് ആയിട്ടുള്ള RSA വളരെ പോപ്പുലറാണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു PKCS അൽഗോരിതം ആണെങ്കിൽ പോലും ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ വൾണറബിൾ ടു അറ്റാക്ക്. ഇറ്റ് ഈസ് വൾണറബിൾ ടു അറ്റാക്ക് സച്ച് as ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്, മാത്തമാറ്റിക്കൽ അറ്റാക്ക്, ടൈമിംഗ് അറ്റാക്സ് as well as ചൂസ് ആൻഡ് സിഫർ ടെക്സ്റ്റ് അറ്റാക്ക് ആൻഡ് ഓൾ. ഓക്കെ, സോ ഇതാണ് RSA. ഓക്കെ, വേറൊരു കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഡിഫി-ഹെൽമാൻ കീ എക്സ്ചേഞ്ച് അൽഗോരിതമാണ്. ഈ ഡിഫി-ഹെൽമാൻ കീ എക്സ്ചേഞ്ച് അൽഗോരിതത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ PKCS അൽഗോരിതം. ദാറ്റ് മീൻസ് ഇറ്റ് ഡസൻറ്റ് ഫോക്കസസ് ഓൺ ഡൂയിങ് എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ, റാദർ ദാൻ ദാറ്റ് ഇറ്റ് ഫോക്കസസ് ഓൺ എക്സ്പ്ലെയിനിങ് ഹൗ ടു എക്സ്ചേഞ്ച് എ കീ. ഓക്കെ, എങ്ങനെയാണ് ഈ പ്രൈവറ്റ് കീ പബ്ലിക് കീ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യേണ്ടത് മോർ സെക്യൂർലി, എങ്ങനെ ജനറേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ പറയുന്ന ഡിഫി-ഹെൽമാൻ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ.